സുഹൃത്തുക്കളെ, അന്ന് ഞാൻ കരുതിയിരുന്നില്ല ഞാൻ രാഷ്ട്രീയത്തിൽ ഇടപെടുമെന്ന്. ഒരു പാർട്ടിയുടെ നേതാവാകും, ഞാൻ നിയമസഭയ്ക്കുള്ളിൽ കാൽ വയ്ക്കും, ലോക്സഭയിൽ ഞാൻ പോയി ശബ്ദം ഉയർത്തും. അങ്ങനെയൊരു ചിന്ത തന്നെ ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും പശ്ചാത്തലമില്ലാത്ത കുടുംബത്തിൽ ഞാനും അവനെ പോലെ ഞാനും. ഞങ്ങളുടെ അച്ഛന് രാഷ്ട്രീയവുമായി ബന്ധമില്ല, അമ്മക്കും രാഷ്ട്രീയവുമായി ബന്ധമില്ല. എന്നാൽ അമ്മയ്ക്ക് വേണമെങ്കിലും വായിക്കാൻ അറിയില്ല. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണ്. ആ സാഹചര്യമാണ് നമ്മളിൽ ഒരു ഇൻഫീരിയോറിറ്റി ഫീലിംഗ് തന്നത്. എനിക്ക് വേണ്ടിയിരുന്ന താമസ സ്ഥലം, ഞാൻ ഉള്ള സമൂഹം, എന്റെ കൂടെ ഉള്ള ആളുകൾ, ഞങ്ങൾ ധരിക്കുന്ന വസ്ത്രം, നീ കഴിക്കുന്ന ഭക്ഷണം, അതെല്ലാം കുറിച്ച് നീ പറയുന്ന ആ ദാരിദ്ര്യം, ഇതൊക്കെ എനിക്ക് ഉള്ളിലേക്ക് വന്ന് ഒരു ഇൻഫീരിയർ കോംപ്ലക്സ് തന്നെയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ വിദ്യാഭ്യാസം എന്റെ ഉള്ളിൽ വലിയൊരു കമൽ എന്റെ അടിവേറിൽ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തി. ഒരു തീ എന്റെ ഉള്ളിൽ ഉണ്ടെന്ന് അത് മനസ്സിലാക്കിച്ചു. ഒരു വർഷം എന്റെ ഉള്ളിൽ ഉണ്ടെന്ന് തോന്നിച്ചു എന്നുള്ളിൽ